Yes, good afternoon. Good afternoon. Good afternoon. Good afternoon. Yes, good afternoon to all. Very good, very good. Yes. My name is Job, J-O-B. We will discuss English in the subject. English language discuss. ഇനിയുള്ള 10 മാസങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം വീതം നമ്മൾ കാണും. കുഴപ്പമൊന്നുമില്ലല്ലോ രഞ്ജിനി? ഒരു കുഴപ്പമില്ല. യെസ്, രഞ്ജിനിയുടെ ചിരി കാണും പറയാം. യെസ്, സന്തോഷം കൊണ്ട് രഞ്ജിനിക്ക് സഹിക്കാൻ പറ്റുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇംഗ്ലീഷില് നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അതിന്റെ ഗ്രാമറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് കുറച്ചുകൂടി ഒന്ന് റെഡിയാവുക. ഇതാണ് നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ഇംഗ്ലീഷിനോട് പണ്ടേ ആയുധം കൽപ്പിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. എല്ലാവരും അല്ല, കുറച്ച് പേര്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്ത്, വിശ്വാസത്തിന്റെ പുറത്ത് വേണ്ടെന്ന് വെച്ചത്. യെസ്, അപ്പോ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ കുറച്ചും ഇത് പഠിക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഇപ്പോ നിങ്ങൾ തന്നെ പഠിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മളൊരു അപേക്ഷ കൊടുക്കും. അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവര് നമ്മളൊന്ന് വിളിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ പോലെ നടക്കും, ചിലപ്പോഴല്ല എന്തായാലും നടക്കും. യെസ്, അവിടെ അവർ ചോദിക്കുന്ന പല കാര്യങ്ങളും ഇംഗ്ലീഷിലായിരിക്കും. കാരണം നിങ്ങൾ പോകുന്നത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണെങ്കിൽ ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണോ എന്നും കൂടി അവർക്കൊന്നും അറിയട്ടെ. യെസ്, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യുന്നു, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് പാസ്സായി എടുക്കണ്ടേ. അപ്പൊ അതിനും കൂടി വേണ്ടിയിട്ടുള്ള മെത്തേഡിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങള് ടെൻഷൻ അടിച്ചിരിക്കേണ്ട, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. വെരി റിലാക്സ് കേട്ടോ. റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാര്യമില്ല. ഇത് വളരെ റിലാക്സ് ആയിട്ട് വളരെ രസകരമായിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് വിത്ത് യുവർ സപ്പോർട്ട്, എന്തുകൂടി വേണം, നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. യെസ്, അപ്പോ ആ സപ്പോർട്ട് വെച്ച് ചെറിയ ചെറിയ ഓക്കെ നസ്രിൻ, ഓക്കെ നീനു, യെസ്, ഓക്കെ രമ്യ, സപ്പോർട്ടോട് വെച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, നമ്മൾ സക്സസിലേക്ക് എത്തുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാൻ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിക്കുകയാണ്. അനിത. My name is Anida from Anida, Kasaragod. your name is Anida. Ah, Yes, Anida, where are you from? എവിടെ നിന്നാ വരുന്നത്? Kasaragod. കാസർഗോഡ്. ഓ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളുടെ ആർക്കെങ്കിലും കാസർഗോഡ് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരാളുണ്ടെന്ന് വിചാരിച്ചോട്ടെ. അനിത ഈസ് ഫ്രം കാസർഗോഡ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അനിത, Okay. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലേ തെറ്റിക്കോട്ടെ, തെറ്റ് പറഞ്ഞാൽ മതി, നിങ്ങൾ ശരി പറയണ്ട. തെറ്റ് പറഞ്ഞാൽ മതി, അല്ലാതെ ഓക്കെ അനീസ തെറ്റ് പറഞ്ഞാൽ മതി. തെറ്റിക്കോട്ടെ, തെറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. വേറെ ആൾ എന്ത് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വിചാരിച്ചാണ് അല്ലെ അവസാനം നമ്മള് പിന്തള്ളപ്പെടും. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് ലാസ്റ്റ് ബസ്സാണ്. അപ്പൊ ലാസ്റ്റ് ബസ്സിലേക്ക് കയറി നമുക്ക് ലക്ഷ്യത്തിൽ എത്തണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആരെന്ത് ചിന്തിക്കും അങ്ങനെയുള്ള ആ സംഗതികളെ വിട്ടേക്കാം. അവരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, എനിക്കറിയാവുന്നത് ഞാൻ പറയുന്നു, എനിക്കറിയാവുന്നത് പോലെ ഞാൻ പറയുന്നു. യെസ്, ആ ഒരു ഔട്ട്ലുക്ക്, ആ ഒരു കാഴ്ചപ്പാട് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വേണം. അപ്പോ അനിത കാസർഗോഡ് നിന്നാണ് വരുന്നത്. അനിത, ഓക്കെ ഓക്കെ ഓക്കെ. കാസർഗോഡിനെ കുറിച്ച് അനിത, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് കാസർഗോഡ്? കാസർഗോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനിതയുടെ അഭിപ്രായം എന്താണ്? അനിത മാരീഡ് ആണോ? Married ആണ്.
അപ്പോ അനിത കല്യാണം കഴിഞ്ഞിട്ട് കാസർഗോഡ് എത്തിയതാണോ, ജനിച്ചത് കാസർഗോഡ് തന്നെയാണോ? ജനിച്ചത് കാസർഗോഡാണ്, കല്യാണം കഴിഞ്ഞിട്ട് വന്നത് തിരുവനന്തപുരമാണ്. യെസ്. അപ്പൊ ഇപ്പൊ എവിടെയുണ്ട്? ഇപ്പൊ തിരുവനന്തപുരം. ഓക്കെ, കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് വേറെ അറ്റത്തേക്കാണ് പോയത്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, അപ്പൊ ഞാൻ മലയാളത്തിൽ പറയാം. Yes, നമുക്ക് റെഡിയാക്കാതായി. യെസ്, നമുക്ക് റെഡിയാക്കാം. അപ്പോ ഇപ്പൊ തിരുവനന്തപുരത്ത് ആയിട്ട് എത്ര നാളായി? ഇവിടെ വന്നിട്ട് 1 വർഷം ആവുന്നു. 1 വർഷം ആവുന്നത്. അപ്പൊ ഈ 1 വർഷത്തിന്റെ അപ്പൊ ഞാൻ ചോദ്യം ഒന്ന് മാറ്റുകയാണ് അനിത, ഈ ചോദ്യം ഒന്ന് മാറ്റുകയാണ്. 1 വർഷമായിട്ടുള്ള തിരുവനന്തപുരത്ത് വന്നിട്ട് എന്ത് തോന്നുന്നു? തിരുവനന്തപുരമാണോ നല്ലത്, കാസർഗോഡാണോ നല്ലത്? കൊണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, വെറുതെ ചോദിക്കുന്നതാണ്. തിരുവനന്തപുരം കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും കാസർഗോഡാണ് നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലാണ്. Yes. Okay. Very good. You are born and brought up in Kasaragod. That is why a mental attachment to Kasaragod. Okay. Very good. Okay. അപ്പൊ അനിത കാസർഗോഡ് വിട്. അനിതയുടെ ഒരു എയിം, ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ വാട്ട് ഈസ് യുവർ എയിം ഇൻ യുവർ ലൈഫ്? എനിക്ക് ടീച്ചർ ആകണമെന്നാണ് ആഗ്രഹം. ഒരുപാട് വർഷത്തെ സ്വപ്നമാണ്. അപ്പൊ ഞാൻ SSLC മാത്രമേ പഠിച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇപ്പോ ഒരുപാട് ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് എന്തോ അംഗൻവാടി ഗ്രൂപ്പ് വഴിയാണ് എനിക്ക് ഈ ലിങ്ക് കിട്ടിയത്. അപ്പോ അത് ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്തായാലും ഇങ്ങനെ ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്, അപ്പോഴേ ഉള്ള ആഗ്രഹമാണ്. ഓക്കെ, അപ്പൊ അനിത, അപ്പൊ അതിന് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറയാം, നമുക്ക് പറഞ്ഞു നോക്കാം, സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അനിതക്ക് ടീച്ചർ ആവണമെന്ന് തന്നെ ആഗ്രഹം. അപ്പൊ അനിതക്ക് വേണമെങ്കിൽ പറയാം, മൈ ഡിസയർ ഈസ് ടു ബിക്കം എ ടീച്ചർ. എന്റെ ആഗ്രഹം എന്താണ്? ടു ബിക്കം എ ടീച്ചർ. അത് വളരെ നേരത്തെ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ് അനിതയുടെ. അപ്പൊ നമുക്ക് പറയാം, ഇറ്റ് ഈസ് മൈ പാഷൻ. ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഒരു അടക്കാനാവാത്ത ആഗ്രഹമാണ്. യെസ്, കേട്ടോ, അത്രയും മതി. My ambition is to become a teacher and it is my passion. പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. അപ്പോ പഠിപ്പിച്ചു കഴിഞ്ഞാല് കുറച്ച് പൈസയൊക്കെ കിട്ടും, ഇല്ലേ അനിത? ഫ്രീ ആയിട്ടല്ലേ പഠിപ്പിക്കാൻ, പൈസക്കല്ലേ പഠിപ്പിക്കുള്ളൂ? ഫ്രീ ആയിട്ട് കുറച്ച് പൈസയൊക്കെ വേണം. യെസ്. അപ്പൊ നമുക്ക് പറയാം, അനിതയ്ക്ക് ഒരു ആഗ്രഹം കൂടി ഉണ്ട്, ഒരു സാമ്പത്തികമായിട്ടൊരു ഇൻഡിപെൻഡന്റ് ആവുക. അപ്പൊ അത് നമുക്ക് പറയാം, മൈ അനദർ ഡിസയർ ഈസ് to become financially independent. വലിയ പണക്കാരിയാവണമെന്നല്ല, ബട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. സാമ്പത്തികമായിട്ട് എനിക്ക് എന്താവണം? ഒരു ഇൻഡിപെൻഡന്റ് ആവണം, എന്റെ കയ്യിലും കുറച്ച് വരുമാനം വേണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അനിതയുടെ ആഗ്രഹം. ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞത്, അനിത ഇങ്ങോട്ട് പറഞ്ഞത്, മൈ അംബിഷൻ ഈസ് ടു ബിക്കം എ ടീച്ചർ. മൈ ambition ഈസ് to become a teacher. ടീച്ചർ ആവുക എന്നുള്ളത് അനിതയുടെ ആഗ്രഹമല്ലേ? അപ്പൊ അതാ പറ, ഇറ്റ് ഈസ് മൈ പാഷൻ. ഓക്കെ, ഫാഷൻ അല്ല, പാഷനാണ്. ഫാഷൻ നമ്മൾ പറയില്ല, നമ്മള് വലിയ ഫാഷൻ, അത് എപ്പോൾ പാഷൻ. ഓക്കെ, വെരി ഗുഡ് അനിത, വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഐ വിൽ സപ്പോർട്ട് യു. നിങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ കളിയാക്കുമെന്നോ അല്ലെങ്കിൽ എന്ത് വിചാരിക്കുന്നു അതൊക്കെ അങ്ങനെ വിട്ടിട്ട് നമുക്ക് അങ്ങനെ ഓക്കെ ആയിട്ടാണ്. യെസ്, ഇപ്പൊ അനിതയുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, യെസ് കുഴപ്പമില്ല, ഞാൻ കേറി വരും, അല്ലേ അനിത? അങ്ങനെ ഒരു തോന്നൽ വന്നില്ല മനസ്സിൽ? വന്നിട്ടുണ്ട്. യെസ്, നമ്മൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോ നമ്മളിവിടെ ഉള്ള എല്ലാവരും ഒരുമിച്ച് പോവുക. അപ്പൊ ഡോണ്ട് വറി. യെസ്, എന്നെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഹസീന. ഓക്കെ ഹസീന, ഹസീനയുടെ നാട് എവിടെയാണ്? I am from Malappuram. Oh, you are from Malappuram. മലപ്പുറത്ത് കറക്റ്റ് സ്ഥലം പറയൂ. Nilambur. യെസ്, നിലമ്പൂർ. നല്ല നിലമ്പൂർ തേക്ക് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നതാണ് ഹസീന, അല്ലേ? അതെ. ഫോറസ്റ്റ് ഏരിയയുടെ അരികത്താണ് ഹസീനയുടെ വീട്. എങ്ങനെ കേട്ടില്ല?
ഫോറസ്റ്റ് ഏരിയയുടെ അരികത്താണോ ഹസീനയുടെ വീട്? അല്ല, ഫോറസ്റ്റ് ഏരിയയുടെ അരികത്തല്ല. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. കഴിഞ്ഞ MT12 ഒരു ഹസീന ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറയുന്ന താമസം ആ MT12 ഹസീന ചാടി കയറി അതിന് റിയാക്ട് ചെയ്യും. അപ്പൊ ഈ ഹസീനയും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിച്ചോട്ടെ. നോക്കാം. വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് വേണ്ടത്. യെസ്, പറ്റില്ലെന്നല്ല. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ വെരി ഗുഡ് ഹസീന. Yes, and you are coming from Malappuram, Nilambur in Malappuram. Okay? Yes. Okay. ഹസീന, ഞാൻ വെറുതെ ചോദിക്കുകയാണ്. ഹസീനക്ക് ഒരു 2-3 ദിവസം ഒരു അവധി കിട്ടിയെന്ന് വിചാരിക്കും. സപ്പോസ് ദാറ്റ് യു ഗോട്ട് 2 days holidays. കിട്ടിക്കഴിഞ്ഞാല് കേരളത്തില് ഏത് സ്ഥലത്ത് പോകണമെന്നാണ് ഹസീനയുടെ ആഗ്രഹം? വിച്ച് ഈസ് യുവർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ? ഹസീന പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാണ്? കേരളത്തില് 2 ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ പോകാനാണ് ആഗ്രഹം? ഒരു ടൂർ പോകണമെന്ന് തോന്നി കഴിഞ്ഞാൽ എവിടെ പോകാനാണ് ആഗ്രഹം? തിരുവനന്തപുരം. വൈ ഡിഡ് യു സെലക്ട് തിരുവനന്തപുരം? എന്തുകൊണ്ടാണ് തിരുവനന്തപുരം സെലക്ട് ചെയ്യാൻ കാരണം? അവിടെ ഒരുപാട് കാണാനുണ്ടല്ലോ. അപ്പൊ തൃശ്ശൂരില്ലേ കാണാനായിട്ട്? തൃശ്ശൂർ കണ്ടതാണ്. എന്നാലും വൈ ഡിഡ് യു സെലക്ട് തിരുവനന്തപുരം? ആ തിരുവനന്തപുരം സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലോ? തിരുവനന്തപുരം കണ്ടിട്ടില്ല. അപ്പം യെസ്, ഓക്കെ, യു ഹാവ് നോട്ട് സീൻ തിരുവനന്തപുരം അല്ലേ? Yes, very good. So that is why you want to go to Tiruvandhuram. Yes. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ ഹസീന, ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തിരുവനന്തപുരത്താണെങ്കിൽ ഹാപ്പി ആവും? നോ, ദാറ്റ് ഈസ് നോട്ട് ഹാപ്പി അല്ലേ? യെസ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം നമ്മുടെ MT-യിൽ പഠിച്ചൊരു കുട്ടി നമ്മുടെ കോൺവെക്കേഷൻ സെറിമണിയിൽ വന്നപ്പോ ആ കുട്ടി പറഞ്ഞു അതിന് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിലാണ് ജോലി കിട്ടിയത്. സ്കൂളിൽ ടീച്ചറായിട്ട് കിട്ടി. 50,000 50,000 രൂപയായിരുന്നു സാലറി. ആ ഇന്റർനാഷണൽ സ്കൂൾ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. യെസ്. അപ്പോ ഞാൻ വേറെ ചോദ്യം ചോദിക്കുകയാണ്. Where you want to work? In your district or outside India or inside India? District. അപ്പൊ ജില്ല വിട്ട് പുറത്തേക്ക് പോകില്ല അല്ലേ? And you are so attached to Malappuram district. Am I right? Yes. Yes. Very good. Okay. Asira. Yes. Okay. Tell something about your district. ഹസീനയുടെ ജില്ലയെ കുറിച്ച് 2 വാക്കുകൾ പറഞ്ഞു. വേണ്ട, ഹസീന താമസിക്കുന്ന ഏത് വില്ലേജിലാ? ചുങ്കത്ര വില്ലേജ്. യെസ്. Your remark about ചുങ്കത്ര വില്ലേജിനെ കുറിച്ചുള്ള ഹസീന അഭിപ്രായം പറഞ്ഞു. ബ്യൂട്ടിഫുൾ ആണ് വില്ലേജ്. ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ്. അപ്പൊ അങ്ങനെ പറയാം. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജ്. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ തോന്നിയാലും യെസ്. അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ പീപ്പിൾസ് ആർ വെരി ലവ്ലി. യെസ്, വെരി ലവ്ലി പീപ്പിൾ. വളരെ സ്നേഹമുള്ളവരാണ്. വെരി ഗുഡ്. പിന്നെ സ്വന്തം ഗ്രാമത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. മനോഹരമാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ പിന്നെ പറയും ധാരാളം പുഴകള്, മരങ്ങള്, നദികള് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. വെറുതെ അടിച്ചു കിട്ടോ? ലോട്ട് ഓഫ് ട്രീസ്, റിവേഴ്സ്. യെസ്, വെരി ഗുഡ്. പറഞ്ഞോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അത് പറഞ്ഞോ. യെസ്, so many trees, so many rivers. Okay, Hasina, very good. Okay, Hasina, sound nallada ട്ടോ. Very good. Yes. Thank you, sir. Okay. Ranjini. Sir. Okay, Ranjini, where are you from? My name is Ranjini. I'm going to Attingal. Trivandrum Attingal. Yes. Ranjini mic on table Sir. Echo.
വേറെ ഏതെങ്കിലും മോഡിലോട്ട് മാറ്റി? ഇല്ല സർ. നല്ല ഹലോ നല്ല എക്കോ. അതറിയില്ല സർ, ഫോണിന്റെ പ്രശ്നം. യെസ്. അപ്പോ രഞ്ജിനി തിരുവനന്തപുരം ആറ്റിങ്ങൽ. ഓക്കെ. യെസ്. രഞ്ജിനി കാരണം നല്ല എക്കോ. യെസ്. ഓക്കെ. Then Sneha. Yes, sir. Okay, Sneha. Where are you from, Sneha? Myself, Sneha. I'm from Angamali. You are from Angamali. Yeah, sir. Yes. Very good. അപ്പൊ ഇവിടെ അടുത്താണല്ലോ. Yes. Very good. അപ്പൊ സ്നേഹ എവിടെ വരെ പഠിച്ചു? Yes, sir. ഞാൻ മംഗലാപുരം പഠിച്ചത് മാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിലാണ്. യെസ്. ഏത് കോഴ്സാ പഠിച്ചത്? ഞാൻ DLED കംപ്ലീറ്റ് ചെയ്തിട്ട് 3 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. യെസ്. ഓക്കെ. വെരി ഗുഡ് സ്നേഹ. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ സ്നേഹ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 12th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സമയത്ത് സ്നേഹയുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ, ഹൂ വാസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? ആരായിരുന്നു ഇഷ്ടപ്പെട്ട ടീച്ചർ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച ജയശ്രീ ടീച്ചർ. സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച ജയശ്രീ ടീച്ചർ വാസ് യുവർ ഫേവറേറ്റ് ടീച്ചർ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ ഉള്ള സ്റ്റാൻഡേർഡിന്റെ ഇടയിൽ മതിയിട്ടാണ്. എന്റെ ഇടയില് ഉഷാ ടീച്ചർ. Your favorite teacher. Okay? Okay. Yes. Why did you select JSL teacher as your favorite teacher? എന്തുകൊണ്ടാണ് JSL teacher select ചെയ്യാൻ? She was near to our home and she was so friendly with us. Yes. After completing she left our school, still she is there in our contact. Yes. That is why you like her. Yeah. Yes. Very good. Which subject did she teach you? English. So your favorite subject is English. English is your favorite subject. Okay, very good, Sneha. Very good. Okay. And Sneha is from Angamali. Shilu. Yes, sir. How are you, Shilu? Yeah, I'm fine. Very good. Where are you from, Shilu? I'm from Trivandrum, Nedimangalam. You are from Trivandrum. Yes, very good. What you are doing at present? Ippanda cheyre. At present, I'm not doing anything. I graduated in MA Literature. After that, I didn't do anything. yes, okay. Literature means English literature or Malayalam literature? English Literature. Yes, and you have so many scope. Yes. But you didn't try for anything. Okay? I worked for a guest lecture in college for 6 months. Then After that, I had a baby, so yes, due to some family issues, I can't go to work. Okay. Very good. Yes. So, about Shilu Nariyalo. Shilu, what is your aim in your life? Sorry, sir. What is your aim at present? My aim is to become a teacher. To become a teacher, then? Yeah. Then what else? Yes, you want to become a teacher. That is your passion. Yes. Yes. And also, I want to be financially independent. Okay. You want to become financially independent. Okay. Then I want to take care of my family. Yes.
to protect your family, support your family. Yes. That's all, I think. That's all. Very good, very good, very good. Shiru, okay, okay. You take it with cheerfulness. Okay, very good, very good. Okay. Shiru, Thank you. Shiru is from Trivandrum. Yes, sir. Yes. Very good, very good, very good. Very good. Yes. Surya MK. Sir, How are you, Surya? fine. Very good, very good. Where are you from, Surya? I am from Kozhikode. You are from Kozhikode. Oh. ഈ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രഗത്ഭന്മാരുടെ നാടാണ്. ഒരുപാട് സാഹിത്യകാരന്മാർ വരുന്ന സ്ഥലമാണ് കോഴിക്കോട്. ശരിയല്ലേ? കോഴിക്കോട് ബാലുശ്ശേരി എന്ന് പറയും, കിനാലൂര്. യെസ്, ഓക്കെ 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 ഓക്കെ. ബാലുശ്ശേരി ഉഷാ സ്കൂളിന്റെ അടുത്താ, PT ഉഷാ സ്കൂൾ. ഓക്കെ ഓക്കെ. ആർ യു എ സ്പോർട്സ് വുമൺ? അല്ല, നോ നോ. You are living near PT ഉഷാ സ്കൂൾ and you are not a sports woman, അല്ലേ? ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കറക്റ്റ് സ്ഥലം ബാലുശ്ശേരിയാണ് അല്ലേ? യെസ്. അപ്പൊ സൂര്യ, ഞാൻ ചുമ്മാ ഒരു വാചകം പറയണം. ഇന്നലെ രാവിലെ 10 മണിക്ക് ബാലുശ്ശേരിയിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ബാലുശ്ശേരിയിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ചു കൊന്നു. ഇപ്പൊ കേട്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ സംഗതി ഒന്ന് ഇംഗ്ലീഷിലാക്കി നിങ്ങൾ പറയാമോ? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഒന്നുകൂടി പറയോ സാർ? ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ബാലുശ്ശേരിയിൽ വെച്ച് ഒരു പാമ്പിനെ വടി കൊണ്ടടിച്ചു കൊന്നു. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. I am yesterday morning 10 o'clock. എനിക്ക് അധികം അറിയില്ല കേട്ടോ ഇംഗ്ലീഷ്. അതിനെ കുറിച്ച് ബ്രിട്ടേന് സൂര്യ ധൈര്യമായിട്ട് പറഞ്ഞു. 10 o'clock ബാലുശ്ശേരി ബാലുശ്ശേരി എന്നുള്ളത് ബാലുശ്ശേരി തന്നെ പറഞ്ഞാൽ മതി. ബാലുശ്ശേരി സ്നേക് കില്ലിങ്. ഓക്കെ ഓക്കെ. ടെൻഷൻ അടിച്ചാലൊന്നും വരില്ല, അതാണ്. അതിനെ കുറിച്ച് ചിന്തിക്കലേ, വിട്ടുകളാ. നമുക്ക് അതിനെ കുറിച്ച് ടെൻഷനേ വേണ്ട. ധൈര്യമായിട്ടിരിക്കുന്നു. യെസ്, ധൈര്യമായിട്ടുണ്ട്. ഡോണ്ട് വറി, ഡോണ്ട് വറി. യെസ്, എത്തിക്കോട്ടെ. ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കല ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കല. പിന്നെ എന്തിനാ പ്രശ്നം? ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. പെട്ടെന്ന് ടെൻഷൻ അടിക്കുമ്പേ ശരിക്കുന്നത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? യെസ്, കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മാറ്റി പറയുന്നത് എനിക്കറിയാം. ഇംഗ്ലീഷ് ക്ലാസ് അത് ടെൻഷൻ ഫ്രീ ക്ലാസ് ആണ് നിങ്ങൾ പറയും. യെസ്, ഇപ്പൊ തന്നെ പകുതി ടെൻഷൻ മാറിയിട്ടില്ലേ? കുറെ മാറി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സൂര്യ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തിമ MA. ഫാത്തിമ വരുമെന്ന് വിചാരിക്കാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. സമീർ. യെസ്, ഹലോ. ഓക്കെ സമീർ. ശരിക്കുള്ള പേര് എന്താണ്? എന്റെ പേര് മൈസെൽഫ് തസ്നിയ. തസ്നിയ. ഓക്കെ 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 ഓക്കെ. തസ്നിയ. ഓക്കെ 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 ഓക്കെ. തസ്നിയ, ഇപ്പൊ ഈ പറഞ്ഞൊരു വാചകമില്ലേ, അതൊന്ന് ഇംഗ്ലീഷിലോട്ടാക്കി പറയാൻ പറ്റുമോ? ഞാൻ ട്രൈ ചെയ്യാം, ശരിയാവുമെന്ന് അറിയില്ല. യെസ്റ്റർഡേ മോർണിംഗ് ഞാൻ പൂക്കുട്ടുംപാടം, നിലമ്പൂർ പൂക്കുട്ടുംപാടം. പൂക്കുട്ടുംപാടം സ്ഥലം എവിടെ? ഏത് ജില്ലയാണത്? മലപ്പുറം ജില്ല തന്നെയാണ്. മലപ്പുറം ജില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നോക്കി ഹസീനക്ക് ഒരു സുഹൃത്തുണ്ട്, ഡാൻസിയ. ഓക്കെ 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 ഓക്കെ. ബാലുശ്ശേരിയിൽ വെച്ച് ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വടി കൊണ്ട് അടിച്ച് കൊന്നു. Yesterday morning 10 o'clock I killed a snake. Okay, very good. That's it. Hello.
പറഞ്ഞു കഴിഞ്ഞോ? ഇനിയുണ്ടോ? Yesterday morning 10 o'clock I killed a snake. ഓക്കെ, ക്ലിയർ ഇല്ലേ? എന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. ഷമീറ എങ്ങനെയാണ് അത് മൈക്ക് പിടിച്ചത്? മാറ്റി പിടിക്കും, അത് ഭയങ്കര പതർച്ചയുണ്ട്. ഷമീറ എന്നല്ല, തസ്നിയ എന്നാണ്. ഓ, താൻസിയ. തസ്നിയ. ഓക്കെ, കണ്ടിന്യൂ പറഞ്ഞോളൂ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ വോയിസ് ഉണ്ടോ? ക്ലിയർ? ഇപ്പൊ ക്ലിയർ ആയി, ഇപ്പൊ ക്ലാരിറ്റി. ഓക്കെ. മൈ സെൽഫ് തസ്നിയ. ഞാൻ പൂക്കുട്ടിമ്പടത്തു നിന്നാണ്, മലപ്പുറം ജില്ല. യെസ്, വെരി ഗുഡ്. നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷിൽ ഞാൻ ട്രൈ ചെയ്യാം, അത് ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല. ഐ ട്രൈ മൈ ബെസ്റ്റ്. Yes, okay. That is, you try your level best. Okay, no problem. Yesterday morning 10 o'clock I killed a snake. Okay. ഇനി എന്റെ അത് വേറെ വല്ലതും ചേർക്കുന്നുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്. അപ്പൊ കുറച്ചേ പറഞ്ഞുള്ളൂ, ഉള്ളത് കൃത്യമായും വ്യക്തമായും താസിയ പറ്റി. ഓക്കെ, വെരി ഗുഡ് താസിയ. വെരി ഗുഡ്. തസ്നിയ അല്ലേ? അതെ. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, തസ്നിയ. യെസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെയ്യാനായിട്ട്, അല്ല ഇത് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് പേർക്ക് ഒരു പക്ഷേ ഞാനിപ്പോ ഇത് ഓരോരുത്തരോട് ചോദിച്ചപ്പോഴേക്കും ഒരു കാര്യം മനസ്സിലായി. പല റേഞ്ചിലുള്ള ആളുകളാണ്. ചില ആളുകൾക്ക് നന്നായിട്ട് പറയാനായിട്ട് പറ്റുന്നുണ്ട്, ചില ആളുകൾക്ക് നന്നായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോ എല്ലാവരെയും കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. യെസ്, ഒറ്റ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. യെസ്, മാത്രമല്ല ഈ കോഴ്സിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 10th സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 10th സ്റ്റാൻഡേർഡിലുള്ളവരും ഇതിനകത്തുണ്ട്, അവരെയും കൂടി നമുക്ക് കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയുകയാണ് ഈ ഒരു സെന്റൻസ്. യെസ്, ഈ ഒരു സെന്റൻസ് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് നോക്കാം. യെസ്, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ഓക്കെ. നമ്മൾ ഇംഗ്ലീഷും മലയാളം തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതുമ്പോഴും പറയുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷില് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ ഒരു രീതിയെ നമ്മൾ സ്വീകരിക്കുന്നത്. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഈ ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കുന്നത്. യെസ്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരാണോ ആക്ഷൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അയാൾ എന്ത് ആക്ഷനാണോ ചെയ്യുന്നത്, എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ആരെ അല്ലെങ്കിൽ എന്ത്, ഹൂ ഓർ വാട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുക. ആ ചോദ്യത്തിന്റെ ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓബ്ജക്റ്റ്, ഹൂ ഓർ വാട്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ എന്ന് ചോദിക്കുകയാണ്, നമുക്ക് അതിന്റെ മാനർ എന്ന് പറയും. മാനർ. അപ്പോ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് മാനർ. അടുത്തത് പ്ലേസ്, എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ്. അടുത്തത് എപ്പോൾ എന്ന് ചോദിക്കുന്ന ടൈം ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഞാൻ ഒന്നുകൂടി പറയുന്നത്, എസ് സബ്ജക്റ്റ്, ബി വെർബ്, ഒ ഒബ്ജക്റ്റ്, എം മാനർ, പി പ്ലേസ്, ടി ടൈം. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ചുരുക്കിയിട്ട് എസ് ബി ഒ എം പി ടി എന്ന് ഞാൻ പറയാം. എസ് ബി ഒ എം പി ടി, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുന്നത്, സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആള്, വെർബ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി,
ഓബ്ജക്റ്റ് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, മാനർ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, പ്ലേസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, ടൈം എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഞാനല്ലേ പാമ്പിനെ കൊന്നത്, അപ്പൊ ഞാനല്ലേ സബ്ജക്റ്റ് ആയി, സബ്ജക്റ്റ് വന്നു. വെർബ് പറയാ, ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കിൽ. നേരത്തെ താൻസിയ പറഞ്ഞതുപോലെ കിൽ, ഐ കിൽ. അപ്പൊ സബ്ജക്റ്റായി വെർബായി. ഇനി അടുത്ത വേണ്ടത് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെ അല്ലെങ്കിൽ എന്ത്, whom or what, ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ്. എന്തിനെ ഒന്ന്? എ സ്നേക്ക്, ഒരു പാമ്പിനെ കൊന്നു. അപ്പൊ ഐ കിൽഡ് എ സ്നേക്ക്. ഇനി അടുത്തത് മാനർ, എങ്ങനെ ഒന്ന്? വടി കൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് എ സ്റ്റിക്ക്, വടി കൊണ്ടടിച്ച്. അടുത്തത് പി, പ്ലേസ്, എവിടെ വെച്ചാ ഒന്ന്? അറ്റ് ബാലുശ്ശേരി, അറ്റ് ബാലുശ്ശേരി. ഇനി അടുത്ത ടൈം, എപ്പോഴാ ഒന്ന്? യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. കേട്ടോ, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഇതല്ലാതെയും ഇത് എഴുതാം. പക്ഷെ ഒട്ടും നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അവരെന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡ് അങ്ങോട്ട് ഫോളോ ചെയ്യും. ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. SVOMPT. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ശേഖരിച്ച് വെച്ചേക്കും. SVOMPT. യെസ്. പിന്നെ ഞാനിപ്പോ നോക്കി കഴിഞ്ഞപ്പോഴേ, നിങ്ങൾ ഓരോരുത്തരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചില ആളുകള് വാക്കുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ കറക്റ്റ് വീട് കിട്ടാൻ വേണ്ടിയിട്ട് പരതുന്നുണ്ടായിരുന്നു. ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മുടെ വൊക്കാബുലറി, സ്റ്റോക്കിലുള്ള വാക്ക് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ സമയം 2:05. അപ്പൊ 3:2:26, 2:05 നമ്മൾ തീരുമാനമെടുക്കുന്നു. ഈ നിമിഷം മുതൽ മരണം വരെ എല്ലാ ദിവസവും ഒരു പുതിയ വാക്ക് വെച്ച് നമ്മൾ പഠിക്കും. ഇംഗ്ലീഷിന്റെ ഒരു പുതിയ വാക്ക് ഒരെണ്ണം പഠിച്ചാൽ ആ ഡിക്ഷണറിയോ കുട്ടികളുടെ പുസ്തകമോ അവിടെ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു പുതിയ വാക്ക്, നമുക്ക് അറിയാവുന്ന വാക്കുകളുടെ ഒരു പുതിയ വാക്ക്. അപ്പൊ 365 ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്ര പുതിയ വാക്ക് വരും? 365 പുതിയ വാക്ക് വരും. യെസ്, അതെങ്ങോട്ടുണ്ടോ? അത് എപ്പോഴേക്കും നോക്കിയാൽ പോലെ, സൗകര്യം പോലെ. ഈ ഒരു സംഗതി നിങ്ങൾ തീരുമാനത്തെടുക്കുക. അത് നിങ്ങൾ തീരുമാനം എടുക്കുക, മനസ്സുകൊണ്ട് എടുക്കുക. യെസ്, കാരണം നമ്മളിവിടെ പല പല കാര്യങ്ങൾ ഇനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ കറക്റ്റ് അവിടെ വാക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് കണ്ടിട്ട് ചില ആളുകളൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു വാക്ക് കഴിയുമ്പോഴേക്കും അടുത്ത വാക്ക് ഇങ്ങനെ വന്നത്, ഒരു പ്രാവശ്യം ഉപയോഗിച്ച വാക്ക് പിന്നെ ഉപയോഗിക്കില്ല. യെസ്, അപ്പൊ അവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന വൊക്കാബുലറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഡിഫറൻറ്റും അതിന്റെ അളവും കൂടുതലാണ്. ഉറപ്പിച്ചോ? തീരുമാനമെടുത്തോ? ആരും തീരുമാനമെടുത്ത് രഞ്ജുഷയൊക്കെ തീരുമാനിച്ച. ഓക്കെ, രഞ്ജുഷ പറഞ്ഞോളൂ. സാറേ ഒന്നുകൂടെ പറയാമോ? അത് മാനറും ഫേസും. പറയാം. യെസ്, അപ്പൊ ഒരു തീരുമാനം എടുക്കുക. പിന്നെ ഇത് തന്നെ നിങ്ങളുടെ മക്കളെ കൊണ്ട് കൂടി ചെയ്യിപ്പിക്കണം. നവിത മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പോ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ മക്കള് ഒരു 10ലേക്ക് ആവുമ്പോഴേക്കുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ലെവലൊക്കെ ആകുമ്പോഴേക്കും അവന്റെ കയ്യിലുള്ള വാക്കിന്റെ എണ്ണം കൂടുതലായിരിക്കും. യെസ്, അപ്പൊ ഇതൊരു ജോയിന്റ് വെഞ്ചറായിട്ട് നിങ്ങൾ എടുക്കുക. യെസ്, ഓക്കെ. രണ്ട് കാര്യം നടക്കും. പിള്ളേരെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, അതിനോടൊപ്പം തന്നെ നമ്മളും അത് പഠിക്കുകയും ചെയ്യും. അപ്പൊ ഇന്ന് നമ്മളൊരു വാക്ക് പഠിച്ചു, നാളെ നമ്മളൊരു വാക്ക് പഠിക്കുമ്പോൾ ഇന്നലെ പഠിച്ചുകൊണ്ടൊന്ന് ഓർത്തേക്കാം. ഇന്നലെ ഇല്ലായിരുന്നു. യെസ്, അത് മതി. യെസ്, അങ്ങനെ ഒന്ന് ഓർത്ത് പോവാ. ആ ഒരു തീരുമാനം എടുക്കാം. അപ്പൊ ഇടക്കിടക്ക് ഞാൻ അതുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള പുതിയ വാക്കുകളിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം വന്നു പോകുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞാൽ മതി. സാറേ, ഈ ഉത്തരം ഈ വാക്യം നേരത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം പഠിച്ചതാണ് എന്ന് പറയാനായിട്ട് പറ്റണം. യെസ്,
അപ്പൊ രഞ്ജുഷ ചോദിച്ചതിന് മറുപടി പറയുന്നത് SVOMPT. SVOMPT. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. SVOMPT. ചിലപ്പോ ചിലതിൽ ഓബ്ജക്റ്റ് ഉണ്ടാവില്ല, ഓബ്ജക്റ്റ് പറയണ്ട, അത് പറഞ്ഞാൽ മതി. ചിലതിൽ പ്ലേസ് ഉണ്ടാവില്ല, അപ്പൊ അത് പറയണ്ട, ബാക്കി പറഞ്ഞാൽ മതി. യെസ്, നമ്മളിപ്പോ സാധാരണ ഗതിയിൽ പറയില്ലേ, ഞാൻ ചായ കുടിച്ചു. അപ്പൊ ആദ്യം ഞാൻ, പിന്നെ ചായ, പിന്നെ കുടിച്ചു. പക്ഷെ അത് ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ ഞാൻ കുടിച്ചു ചായ എന്നത്. എന്ത് എന്നുള്ളതിന്റെ ഉത്തരം മൂന്നാമതേ വരാം. ഐ ഡ്രാങ്ക് ടീ, അതാണ് കറക്റ്റ്. ഐ ടീ ഡ്രാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റാണ്. യെസ്, ഐ ഡ്രാങ്ക് ടീ. യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് വേ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. യെസ്, ഓക്കെ. നീനു. Hi, sir. Okay, Neenu, where are you from, Neenu? I'm from Kollam. You are from Kollam. Very good, very good. കൊല്ലത്തായിട്ട് ഒരു പ്രത്യേകതയുണ്ട്, അതറിയാം. അവര് ഒരു ജോലി വാങ്ങണമെന്ന് പറഞ്ഞ് മെനക്കെട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, അത് അവർ നേടിയിരിക്കും. എങ്ങനെ, ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് ആണോ നീനു? കറക്റ്റ് ആണ്. എന്റെ കേസിൽ നോക്കണ്ട, അതാണ് ഉദ്ദേശിച്ചത്. യെസ്, ഞാൻ കണ്ടിട്ടുള്ളതില് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് ഭയങ്കര ഡിറ്റർമിനേഷനാണ്, ഇന്ന് നിശ്ചയദാർഢ്യം വേണമെന്നുള്ളൊരു ആഗ്രഹവും അതിനുവേണ്ടി മെനക്കെടാനായിട്ടുള്ള താല്പര്യവും അവർക്ക് വളരെ. യെസ്, ബാക്കിയുള്ളവര് ഇടക്കൊന്ന് പയ്യൊന്ന് ഡിമ്മാവും. പക്ഷെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ളവര് അവര് ഡിമ്മാവില്ല, അവരെപ്പോഴും 100 യെസ്, സക്സസ്. കോമ്പറ്റീഷൻ മൈൻഡാണ്. കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ് ഇവിടെ എല്ലാവർക്കും. കോമ്പറ്റീഷൻ മൈൻഡ് കൂടുതലുള്ള ആൾക്കാരാണ് കൊല്ലം ജില്ലക്കാർ, അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ് നീനു, വെരി ഗുഡ്, വെരി ഗുഡ്. നീനു, ഞാൻ വെറുതെ ചോദിക്കുന്നത്, നീനുവിന്റെ 3 സ്വപ്നങ്ങൾ പറയാം. 3 dreams. My first dream, my second dream, my third dream. I have so many dreams, but I like. Okay, നമുക്കൊരു റേഞ്ച്, നമ്മൊരു പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഏതിന് കൊടുക്കും, സെക്കൻഡ് ഏതിന് കൊടുക്കും, അങ്ങനെ ഒരു പ്രയോറിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വെച്ച് പറഞ്ഞാൽ മതി. മൈ ഫസ്റ്റ് ഡ്രീം ഈസ് ദിസ്. ഞാനൊരു ഡ്രീം പ്രതീക്ഷിക്കുന്ന മനസ്സിലായി, അത് തന്നെ പറയുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. I become a good teacher. Teaching field I very like. Very good, very good. അപ്പൊ Neenu's first dream is to become a good teacher. Very teacher, good teacher. Good teacher. Which is your second dream? Second, I really like communicate English because I really I am very trying to speak English because I know, but I not communicate. Yes, very good, very good. But Neenu, she is telling that she has no communicative ability. Communication ability illa ennu parayana, alle? But she wants to have very fluency in English. English is നല്ല fluent. പക്ഷെ നീനു പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നീനുവിന്റെ കയ്യില് സംഗതിയുണ്ട്. ഏത്? അതിനുള്ള സംഗതി കയ്യിലുണ്ട്, ടാലന്റ് ഉണ്ട്. അത് കുറച്ച് നാളിന്റെ ഒരു പഴക്കം കൊണ്ട് അത് ഉപയോഗിക്കാതിരുന്ന് അങ്ങനെ വന്നത്. അതൊന്ന് പൊടി തട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന കേസേ ഉള്ളൂ. യെസ്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ പല വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ പറയാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പറഞ്ഞു, എനിക്ക് വളരെ വർഷങ്ങളായിട്ട് ഞാൻ എല്ലാ ടച്ചും വിട്ടു പോയതാണ്, പക്ഷെ ഇപ്പോ ഞാൻ അതിലോട്ടൊക്കെ തിരിച്ചു വന്നു എന്നുള്ളൂ. അപ്പൊ അത് താങ്ക്സ് പറഞ്ഞത് ആ ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച്. കാരണം വെച്ചാല് നമ്മളിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ആ ലെവലിലോട്ട് വന്നു, പഴയകാല ഓർമ്മകളിലേക്കും പഴയകാല ടാലന്റിലേക്കും അത് വന്നു. യെസ്, അപ്പൊ നിങ്ങളും എന്ത് ചെയ്യാ, ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ഗ്യാപ്പൊക്കെ വരാതെ. യെസ്, അപ്പൊ നീ സെക്കൻഡ് പറഞ്ഞത് യു ഷുഡ് വാണ്ട് ടു ഹാവ് എ ഗ്രേറ്റ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ്. വാട്ട് ഈസ് യുവർ തേർഡ് ഡ്രീം? Third dream, I really like all place visiting
tourist place out of Kerala or Out of Kerala? so many places. Yes, So okay. communication is very important thing. So Yes, I okay. know Hindi, but I don't know English. But I will try my best. ഓക്കെ വെരി ഗുഡ് നീനു. അപ്പൊ നീനു പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പൊ നീനുവിന് കേരളത്തിന്റെ പുറത്ത് ഒരുപാട് സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോ തീർച്ചയായിട്ടും അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. യെസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. വെരി ഗുഡ് നീനു, യു ഹാവ് ഡൺ ഇറ്റ് വെരി ഗുഡ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങള് ഒരു ജോലിക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അവര് ആദ്യം ചോദിക്കുന്ന ചോദ്യം, അപ്പൊ നീനു അവിടെ വന്നു, നീനൊരു സർട്ടിഫിക്കറ്റ് നോക്കി. ഓക്കെ, നീനു മ്യൂട്ട് ചെയ്തോളൂ, ഞാൻ വരാം, വിളിച്ചോളാം. നീനുവിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം അവര് പറയണം, ഓക്കെ യുവർ നെയിം ഈസ് നീനു. അപ്പൊ നീനു എന്താ പറയുക? യെസ്, മൈ നെയിം ഈസ് നീനു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. അപ്പൊ നീനു അവിടെ ഇരുന്നു. നീനു, പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നീനുവിനൊന്ന് പരിചയപ്പെടുത്തി. ഇത് ഒട്ടുമിക്ക ഇന്റർവ്യൂവിലും ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം. ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. ആ നമ്മൾ പറയുന്ന ഇൻട്രൊഡക്ഷന് ഇന്റർവ്യൂ മെമ്പേഴ്സ് എന്ത് ചെയ്യണം? വീണിരിക്കണം. യെസ്, അത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് തോന്നണം, ആ ഈ കുട്ടി തന്നെ മതിയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് എന്ന് അവർക്ക് തോന്നണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളാണ് സ്കൂൾ നടത്തുന്ന MD എങ്കിൽ, നിങ്ങളുടെ ഓണർഷിപ്പിലാണ് ഒരു സ്കൂളെങ്കിൽ, നിങ്ങൾ എല്ലാം ചെകഞ്ഞിട്ട് ഒരാളവിടെ വയ്ക്കുന്നു. അത് തന്നെയാണ് അവരും ചെയ്യും. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? വളരെ ടാലന്റ് ആയിരിക്കണം. യെസ്, അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യും. യെസ്, അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ആ കഴിവ് ആദ്യം ഒന്ന് ഡെവലപ്പ് ചെയ്തത്. ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്, ഒന്ന് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കും. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കറിയാം. ആ കഴിവുകളുടെ ഒരു പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ സമ്മതിച്ചു കൊടുക്കില്ല. പക്ഷെ നമ്മൾ മാത്രമായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കില്ല, എനിക്കറിയാം ഇന്ന സ്ഥലത്ത് എനിക്ക് പകർച്ച പറ്റുമെന്ന് അറിയാം, പക്ഷെ ഇന്നതിൽ ഞാൻ എക്സ്പെർട്ടാണെന്ന് എനിക്കറിയാം. ആ എക്സ്പെർട്ട് ഒന്നുകൂടി അങ്ങ് ഡെവലപ്പ് ചെയ്യും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSRB എന്ന് പറയുന്ന ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടായിരുന്നു. BSRB, ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നതിന്റെ പേര്. എല്ലാ 6 മാസം കൂടുമ്പോഴും കേരളത്തിലെ ബാങ്കുകളിലേക്കുള്ള കാഷ്യർ പോസ്റ്റിലേക്കും മാനേജർ പോസ്റ്റിലേക്കുമുള്ള റിക്രൂട്ട്മെന്റ് ഉണ്ട്. എല്ലാ 6 മാസം കൂടുമ്പോഴുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന ആ ഇന്റർവ്യൂ ടെസ്റ്റില്, അതിന്റെ ഇന്റർവ്യൂല് ഇരിക്കുന്ന ഒരു അധ്യാപകനാണ് അന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതാണ്, പറഞ്ഞൊരു സംഭവം ഇതാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഒരു ബാങ്കിന്റെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുറെ ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ബാങ്കിന്റെ ചെയർമാൻ വന്നിട്ട്, ഇത് ഇപ്പോഴല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കല. ഇവരോട് പറഞ്ഞു, ആസ് ഫാർ ആസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ലേഡീസ്. കഴിയാവുന്നത്ര സ്ത്രീകളെ അവർ ഒഴിവാക്കി. അപ്പൊ അതിന് ചെയർമാനും പറഞ്ഞൊരു കാരണം കൂടി ഉണ്ട്, നമുക്ക് ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചില കുട്ടികൾ ജോലി വേണം, പെൺകുട്ടികൾ. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഹസീന പറഞ്ഞു, മലപ്പുറം വിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. യെസ്, എന്ന് പറഞ്ഞ പോലെ കേരളം വിട്ടുള്ള കളിക്കാൻ പോകില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. അതായത് ഭർത്താവ്, കുട്ടികൾ, കുടുംബം ഇതൊക്കെ വിട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. യെസ്, അപ്പൊ വേണ്ടത് ചെയ്യും, ആ ജോലി വേണ്ടത് ചെയ്യും. അപ്പൊ ആ വേക്കൻസി അവിടെ കിട്ടും. പിന്നെ അടുത്ത റിക്രൂട്ട്മെന്റ് വരുമ്പോഴാണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, അപ്പൊ അതുകൊണ്ട് ട്രൈ ടു അവോയ്ഡ് ലേഡീസ് എന്ന് ചെയർമാൻ വന്ന് പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടൊരു കുട്ടിയുടെ പെർഫോമൻസ് ഇന്റർവ്യൂ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ അതേ ചെയർമാൻ പറയുന്നു, ലെറ്റ് സെലക്ട് ചെയ്ത് അവളെ നമുക്ക് സെലക്ട് ചെയ്യാം, ബിക്കോസ് സച്ച് എ വണ്ടർഫുൾ വാസ് ദെയർ പെർഫോമൻസ്. കാരണം അത്രയ്ക്ക് വണ്ടർഫുൾ ആയിരുന്നു ആ കുട്ടിയുടെ പെർഫോമൻസ്. അപ്പൊ വേണ്ട എന്ന് പറഞ്ഞ പെൺകുട്ടികളെ ഒഴിവാക്കാൻ പറഞ്ഞ അതേ ചെയർമാൻ തന്നെ പറയുന്നത്, ലെറ്റ് സെലക്ട് ചെയ്തു. യെസ്, ഞാൻ പറഞ്ഞു വന്നത്, ബിന്ദുജ ഒരു
ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ജസ്റ്റ് എക്സാമ്പിൾ. അപ്പൊ ബിന്ദുജക്കാണെങ്കിൽ സ്പോർട്സിനോട് താല്പര്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ PT ഉഷയുടെ സ്പോർട്സ് അക്കാദമിയുടെ അരികത്ത് ബാലുശ്ശേരി താമസം മാത്രമുണ്ട്. സ്പോർട്സിനോട് ബിന്ദുജക്ക് ഒരു താല്പര്യമില്ല. അപ്പൊ ബിന്ദുജനോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചു, അത് സ്പോർട്സിൽ നിന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ ബിന്ദുജ എന്ത് പറയും? ഐ ഡോണ്ട് നോ സർ എന്ന് പറയും. അതോടുകൂടി ബിന്ദുജയുടെ മാനസികമായിട്ടുള്ള ആ ഒരു കറേജില്ലേ, അത് രസമായിട്ട് പോകും. ആദ്യം തന്നെ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞല്ല. അപ്പോ അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അതും സ്പോർട്സിൽ നിന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം സ്പോർട്സിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ രണ്ടാമതും എന്ത് പറയുന്നു ബിന്ദുജ? ഐ ഡോണ്ട് നോ സർ എന്ന് പറയുന്നു. അപ്പൊ രണ്ടാമതും ഐ ഡോണ്ട് നോ പറയുന്നതോടുകൂടി ബിന്ദുജയുടെ ടോട്ടൽ ആ സെൽഫ് കോൺഫിഡൻസ് അങ്ങനെ പോകും. കോൺഫിഡൻസ് പോയി, കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കും. യെസ്. അപ്പൊ അവിടെ ഒരു ടെക്നിക്ക് ഉണ്ട്. രണ്ടാമത്തെ ഐ ഡോണ്ട് നോ ബിന്ദുജ പറയുമ്പോൾ യു മസ്റ്റ് ആഡ് വൺ മോർ സെന്റൻസ്. നിങ്ങൾ അതിന്റെ കൂടെ ഒരു സെന്റൻസ് കൂടെ ആഡ് ചെയ്യണം. എന്ത് ആഡ് ചെയ്യുന്നു? സർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്. എനിക്ക് സ്പോർട്സ് താല്പര്യമില്ലാത്ത വിഷയമാണ്. മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ. നിങ്ങൾ ഏത് ഫീൽഡിലാണ് എക്സ്പെർട്ട്, നിങ്ങൾ ആ ഫീൽഡ് പറയണം. മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. മൈ ഇൻട്രസ്റ്റ് ഈസ് ഇൻ മലയാള ലിറ്ററേച്ചർ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് പറയണം. ആ ഫീൽഡ് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം വരുന്നത് അവിടെ നിന്ന്. അപ്പൊ ആ ചോദ്യത്തിന് നമുക്ക് കൃത്യമായി നമുക്ക് മറുപടി പറയാൻ പറ്റും. പ്രൊവൈഡഡ് ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് നമ്മൾ പറയുമ്പോൾ ആ ഫീൽഡിനെ കുറിച്ച് ഒരു ആവറേജ് നോളജ് നമുക്ക് ഉണ്ടാവും. അത് മസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത്, നിങ്ങളിലൊരു കഴിവുണ്ട്, നിങ്ങളത് കണ്ടെത്തും. നിങ്ങൾ അതിലൊന്ന് എക്സ്പെർട്ട് ആവാൻ നോക്കുക. അതിനകത്ത് എക്സ്പെർട്ട് ആവും. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. ജാക്ക് ഓഫ് ഓൾ മാസ്റ്റർ ഓഫ് നൺ എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട്. എല്ലാത്തിലും ഉണ്ട്, പക്ഷെ ഒന്നിലും അവിടെ എക്സ്പെർട്ട് അല്ല. അത് പാടില്ല. നിങ്ങൾ എല്ലാത്തിന്റെയും ജാക്ക് ആയിരിക്കും. ജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീട്ട് കളിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ജെ എന്ന് പറയുന്ന കാർഡാണ് ജാക്ക്. അതിന് 3 പോയിന്റ്. അപ്പൊ ജെ എന്ന് പറയുന്നത് 3, ബാക്കിയുള്ളതിനൊക്കെ 2, 1 പോയിന്റ്. ജെ എന്നത് 3. അതാണ് ജാക്ക്. മെയിൻ ഏറ്റവും കൂടിയത് അതാണ്. ജാക്ക് ഓഫ് ഓൾ, എല്ലാത്തിന്റെയും ജാക്കാണ്. ബട്ട് മാസ്റ്റർ ഓഫ് നൺ, ഒന്നിന്റെയും മാസ്റ്റർ അല്ല. ആൻഡ് യു ടു ബി ദ മാസ്റ്റർ ഓഫ് വാട്ട്? നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ മാസ്റ്റർ ആവുന്നു ഒരു ഫീൽഡിൽ. അത് ഏത് ഫീൽഡ് വേണമെന്നുള്ളത് നിങ്ങൾ കണ്ടു. നിങ്ങളുടെ ടാലന്റ് ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. യെസ്. അപ്പൊ അത് ഏത് കഴിവാണെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയും. എവിടെയൊക്കെയോ നിങ്ങൾ വേണ്ടെന്ന് വെച്ച് മൂടിയിട്ടിരിക്കുന്ന ആ ഒരു ടാലന്റ് നിങ്ങളൊന്ന് പൊടി തട്ടിയെടുക്കുക. നിങ്ങൾക്കത് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്കത് ഗുണം ചെയ്യും. യെസ്. അങ്ങനെ നിങ്ങൾ പൊടി തട്ടിയെടുത്തോ. പൊടി തട്ടിയെടുക്കുമ്പോ ആ പിള്ളേരില്ലേ, നിങ്ങളുടെ മക്കള്, അവരെയും കൂടി ഒന്ന് നോക്കുക, ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒബ്സർവേഷൻ കിട്ടും. എന്റെ മകന് ഇന്നതിനാണ് അവന്റെ ടാലന്റ്, എന്റെ മകൾക്ക് ഇന്ന കാര്യത്തിലാണ് ടാലന്റ്. ഒരുപക്ഷെ നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാൻ 25-30 വയസ്സ് വേണ്ടി വന്നു. അവിടെ തുടങ്ങിയ ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അയാളുണ്ടായിട്ടുണ്ടാവില്ല. അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പോകെ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും അല്ലാതുള്ള അനുഭവവുമായി ബന്ധപ്പെട്ടും ദൃഷ്ടാന്തങ്ങൾ ഇതോട് പറയാം. യെസ്. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് ശ്രദ്ധിച്ചേക്കാം. അപ്പൊ നിങ്ങളുടെ കുട്ടി അത് ഏതിന്റെ ഫീൽഡിലാണ് എക്സ്പെർട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, മകളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. അതിൻ്റെ അകത്ത് കയറി വരട്ടെ, പഠിച്ചോട്ടെ, അതൊക്കെ വന്നോട്ടെ. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അതിന്റെ കൂട്ടത്തില് ആ ടാലന്റ് ഏത് ഫീൽഡിലാണ് നോക്കുക, അതിൻ്റെ അകത്ത് എക്സ്പെർട്ട് ആക്കാൻ നോക്കുക. യെസ്. അപ്പം നിങ്ങളൊന്ന് അമ്മ എന്നുള്ള ആ ലെവലൊന്നും വിട്ടിട്ട് നിങ്ങളൊരു ടീച്ചറാകും മനസ്സുകൊണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുട്ടികളൊന്ന് ഒബ്സർവ് ചെയ്യും. യെസ്. അപ്പൊ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ തിരിഞ്ഞു. അപ്പൊ അത് കറക്റ്റാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചെറുതായിരുന്നപ്പോ നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു ഇതേപോലെ ഒബ്സർവേഷനെ കുറിച്ച്. യെസ്. അവർക്കും ഉണ്ടായിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ,
ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാം. അല്ല, ബിസ്മി ബിസ്മി റാഫി പേടിച്ചിട്ടാണോ വരാതിരിക്കുന്നത്? Yes, sir. യെസ്. ബിസ്മിക്ക് പേടിയൊന്നുമില്ല. ബിസ്മി, വേർ ആർ യു ഫ്രം ബിസ്മി? I am from Kottayam, Etimanu. യെസ്. അക്ഷരഗിരി അല്ലേ? അക്ഷരങ്ങളുടെ നാട്. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കോട്ടയം. കോട്ടയം വഴി മലമ്പ FC റോഡ് വഴിയൊക്കെ പോകുമ്പോ കോട്ടയം വഴി പോകുന്നത് മാത്രമേ ഉള്ളൂ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ബിസ്മി, ആർ യു മാരീഡ്? Yes, sir. യെസ്. എത്ര കുട്ടികളുണ്ട്? 2. 2 കുട്ടികൾ. മൂത്ത കുട്ടി എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? Studied UKG. UKG. യെസ്. അപ്പൊ പിന്നെ അടുത്തത് പിന്നെ അതിന്റെ താഴെ ഇരിക്കുന്നു. എന്നാലും ഞാൻ വെറുതെ ചോദിക്കുന്നു, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ബിസ്മി ഇങ്ങനെ നോക്കി നിൽക്കാറില്ലേ? Yes, sir. യെസ്. അപ്പൊ ബിസ്മിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സ്വപ്നമില്ല കുട്ടികളെ കുറിച്ച്. വാട്ട് ഈസ് ഇറ്റ്? ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ ഡ്രീം അബൌട്ട് യുവർ ചിൽഡ്രൻ? Sir, I am not fluent in English. മതി, അത് മതി. യു ആർ നോട്ട് ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു തന്നെ ഫ്ലുവന്റ് ആയിട്ടാണ്. യെസ്, അത് മതി ബിസ്മി. പോന്നോട്ടെ. വാട്ട് ഈസ് യുവർ ഡ്രീം അബൌട്ട് യുവർ ചിൽഡ്രൻ? ബിസ്മിയുടെ കുട്ടികളെ കുറിച്ച് ബിസ്മിക്കുള്ള സങ്കല്പം, അല്ലെങ്കിൽ അവരെന്താ, അവര് ഒരാഗ്രഹം പിന്നെ ആയിക്കോട്ടെ, എന്നാലും ബിസ്മിയുടെ ഉള്ളില് ചിലപ്പോ നമുക്ക് നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. Yes. നമുക്ക് എത്തിപ്പിടിക്കാൻ നമുക്ക് പറ്റാതെ പോയ പല മേഖലകൾ ഉണ്ടാവും. അവിടേക്ക് മക്കളെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വാശിയുണ്ട്. മോട്ടിവേഷനാണ്. ഇത് പറഞ്ഞ പോലെ ബിസ്മിയുടെ ആഗ്രഹം എന്താണ്? I like my first baby is a boy. I want to become Yes, to become him a police officer. പോലീസ് ഓഫീസർ. അപ്പൊ ആദ്യത്തെ മകൻ ഒരു പോലീസ് ഓഫീസർ ആക്കണമെന്നാണ് ബിസ്മിയുടെ ആഗ്രഹം. രണ്ടാമത്തെ Next baby girl. Then hair and she every day told that I want to become a doctor. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ബിസ്മിയുടെ യങ്ങർ ചൈൽഡ് ഷീ വാണ്ട്സ് ടു ബിക്കം എ ഡോക്ടർ. യെസ്. ഓക്കെ ഓക്കെ. അത് ബിസ്മിയുടെ ആഗ്രഹം. ഞാൻ ക്ലോസ് ചെയ്യാണ്, സമയമായതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ടെൻഷനടിക്കട്ടെ. ഇംഗ്ലീഷ് ക്ലാസ് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ കാണും. യെസ്, 2 ദിവസങ്ങൾ നിങ്ങൾ ഉണ്ടാവുക. ടെൻഷനടിക്കാതെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ Okay. ഡോണ്ട് വറി ബിസ്മി. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഇടപെടലുകളും അതിനോടൊപ്പം തന്നെ പ്രകടനങ്ങളും സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. സോ we will meet in the next class. Okay. Thank you, sir. 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 Okay. Thank you, sir. Okay. Okay.